അവിടെ മണ്ണ് ഒന്നായിട്ട് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ മണ്ണ് കൂട്ടിയിട്ടാണുണ്ടാകുന്ന അപകടം. കാരണം മേപ്പാടിയാണ്. അപ്പോൾ എന്തായിരിക്കും ഉണ്ടാകുന്നതിനെ പറ്റി പോയി പഠിച്ചു. അവിടെ ഈ മഴ പെയ്യുന്ന സമയത്ത് ജോലിക്കാരെ നിർത്തിയിട്ട് പ്രവൃത്തി നടത്തരുത്, അത് അവിടുന്ന് മാറ്റാനുള്ള നടപടി ഉണ്ടാകണം എന്നൊക്കെ കൊങ്കൺ അധികൃതരോട് പറഞ്ഞു. ഇതിന് എല്ലാ അനുമതിയും കൊടുത്തത് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയമാണ്. എല്ലാ അനുമതിയും കൊടുത്തത്. അങ്ങനെയാണ് തുരങ്കത്തിൻ്റെ നിർമ്മാണം കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് ആരംഭിക്കുന്നത്. ഇപ്പോൾ വളരെ നിർഭാഗ്യമായി, കാരണം നമുക്ക് എന്താണ് ഇവിടെ സംഭവിക്കണമെന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല. മണ്ണിടിച്ചു 8 ആളുകൾ മണ്ണിനടിയിൽ വിട്ടിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പ്രാഥമികമായി കിട്ടിയിട്ടുള്ള റിപ്പോർട്ട്. ഒരാളെ അവിടെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ അദ്ദേഹത്തിൻ്റെ സ്ഥിതി എന്താണെന്നുള്ളത് ഇപ്പോൾ വ്യക്തമായൊരു വിവരം കിട്ടിയിട്ടില്ല. അപ്പോൾ 8 പേർ മണ്ണിനടിയിൽ കുടുങ്ങി കിടക്കുന്നുണ്ടെന്നുള്ളൊരു വിവരം. എഞ്ചിനീയേഴ്സിനല്ല മേൽനോട്ടം. പക്ഷെ ഞങ്ങൾ ശക്തമായ മീറ്റിങ്ങിനകത്ത് സാറ് വിട്ട മീറ്റിങ്ങിനകത്ത് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ജോലിക്കാരും അവിടെ മണ്ണിൻ്റെ അടിയിൽ പെട്ടിട്ടില്ല. പെട്ടത് എഞ്ചിനീയേഴ്സും സെക്യൂരിറ്റി ഗാർഡും ആണെന്നാണ് പറയുന്നത്. അവിടെ വർക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇതിലും വലിയ ദുരിതത്തിലേക്ക് പോയത്. അത് മിനിസ്റ്റർ വളരെ സ്ട്രോങ് ആയി 3 മീറ്റിംഗ് ഈ കഴിഞ്ഞ 3 ആഴ്ചേൻ്റെ ഇടയ്ക്ക് മന്ത്രി അത് ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ട് വിളിപ്പിച്ച് ഞങ്ങൾ പറഞ്ഞയപ്പിച്ചു. അടുത്ത ആഴ്ചയും കൂടെ ഞങ്ങൾക്കൊരു സൈറ്റ് ഇൻസ്പെക്ഷൻ വെച്ചിട്ട് അത്രയും ഞങ്ങൾ ഗാർഡഡ് ആയിരുന്നു. അത് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ നേരത്തെ ഇത് ആൻറ്റിസിപ്പേറ്റ് ചെയ്താണ്. അതുകൊണ്ടാണ് അവിടെ എഞ്ചിനീയേഴ്സും മറ്റവരും മാത്രമായത്. അപ്പോൾ അവിടെ പറയുന്നത് പൊതുമരാമത്ത് വകുപ്പിന്റെ അടക്കം വിവരങ്ങൾ ഇപ്പോൾ വരുന്നത് അവിടെ ഒരു നേരത്തെ പലയിടങ്ങളിൽ നിന്ന് വന്ന വിവരം അവിടെ ഒരു വർക്ക് നടന്നിരുന്നു എന്നാണ്. പക്ഷെ ഇപ്പോൾ പറയുന്നത് അവിടെ എഞ്ചിനീയർമാരൊക്കെ പരിശോധനയ്ക്കായിട്ട് എത്തിയിട്ടുള്ളതാണ്. സാധാരണ വർക്കേഴ്സ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇതിലും വലിയ ഒരു ദുരന്തം ഉണ്ടാകുമായിരുന്നു, വലിയ വ്യാപ്തിയുള്ള ദുരന്തം ഉണ്ടാകുമായിരുന്നു എന്നാണ് പറഞ്ഞത്. എന്തായാലും ഇപ്പോഴും അവ്യക്തത കാര്യങ്ങളിലൊക്കെ തുടരുന്നുണ്ട്. കൃത്യമായി അവിടെ നിർമ്മാണം നടന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട്. മന്ത്രി കൃത്യമായി തന്നെ നിർദ്ദേശം നൽകിയതാണ് എന്ന് മന്ത്രി നേരത്തെ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്നത് എഞ്ചിനീയർമാരടക്കമുള്ള ആളുകളായിരുന്നു എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ ആരൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത് എന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അത് ആരൊക്കെയാണ് അവിടെ ഉള്ളത്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം, അതായത് കൃത്യമായി ആരൊക്കെ ഉണ്ടായിരുന്നു എന്നൊന്നും പറയാൻ കഴിയാത്തൊരു സാഹചര്യം കൂടി നിലവിലുണ്ട്. ആരൊക്കെ അപകടത്തിൽ പെട്ടു എന്ന് സ്ഥിരീകരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ പ്രദേശത്ത് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായതിനു ശേഷമാണ് ഇപ്പോൾ ഒരു മഴ മുന്നറിയിപ്പുമായി രംഗത്ത് വന്നിരിക്കുന്നത് ദുരന്ത നിവാരണ അതോറിറ്റി. ഏതാണ്ട് അപകടമുണ്ടായതിന് പിന്നാലെ ഈ ജില്ലയിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വയനാടും കോഴിക്കോടുമാണ് ഇപ്പോൾ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇപ്പോൾ ആ പ്രദേശത്ത് പൂർണ്ണമായും ഈ പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും ദുരന്ത നിവാരണ സേനയുടെയും ഒക്കെ നിയന്ത്രണത്തിലാണ്. പൊതുജനങ്ങളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനം, വളരെ ഊർജിതമായ രക്ഷാപ്രവർത്തനം അവിടെ പുരോഗമിക്കുന്നു. അതിന് സമീപത്തുള്ള മീനാക്ഷി എസ്റ്റേറ്റിലുള്ള ആളുകളെ, അവിടെ ലയങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന നിരവധി ആളുകളുണ്ട്. വളരെ പെട്ടെന്ന് അവരെയൊക്കെ ആ സ്ഥലത്ത് നിന്ന് ഒഴിപ്പിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ കണ്ടിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവിടെ സംഭവിച്ചതെന്ന് വ്യക്തതയില്ല. വലിയ ശബ്ദം കേട്ടിട്ടുണ്ട്, അതൊരു ഉരുൾപൊട്ടലായിരുന്നു എന്നൊക്കെയാണ് അവരും പറയുന്നത്. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് മാത്രം അവർക്ക് മനസ്സിലായിട്ടില്ല. കാരണം അത്ര വലിയൊരു ശബ്ദം അവിടെ ഉണ്ടായി. അപ്പോൾ മന്ത്രി പറയുന്നതിനനുസരിച്ചാണെങ്കിൽ ഈ കൊണ്ടുപോകാതെ കൂട്ടിയിട്ട മണ്ണ് അത് ഇടിഞ്ഞതാണ് ഇത്ര വലിയൊരു അപകടത്തിന് കാരണമായതെന്ന് പറയുന്നുണ്ട്.